നമ്മൾ ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അവിടെ നിർണായക നീക്കങ്ങളുമായി SITയുടെ കണ്ടെത്തലുകൾ വരുന്നു. കൊലപാതക പരമ്പരയ്ക്ക് തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി യഥാർത്ഥമാണെന്ന് FSL റിപ്പോർട്ട് വന്നതോടെ രംഗം പുനരാവിഷ്കരിച്ച് SIT. ബംഗളൂരുയിൽ നിന്ന് വിറ്റൽ ഗൌഡ തലയോട്ടി എടുക്കുന്നതിന് ദൃക്സാക്ഷിയായ പ്രദീപ് കുലാലിനോടും സംഘത്തിനോടും ഒപ്പമെത്തിയാണ് പുനരാവിഷ്കരണം നടത്തിയത്. അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ, അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പുനരാവിഷ്കരിച്ചത്. ഇതിനിടയിൽ പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകൾ സാമ്യമായിട്ടുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. ജൂൺ ആദ്യവാരത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചേക്കും. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, SITയുടെ പുനരാവിഷ്കരണം അത് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുന്നു. തലയോട്ടി യാഥാർത്ഥ്യമാണെന്നുള്ള കണ്ടെത്തലുകൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നു. ഇതിലൂടെ കൂടുതൽ സാമ്പിളുകൾ കണ്ടെത്താൻ കൂടുതൽ പേരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ SIT? എത്രമാത്രം പ്രതീക്ഷയാണ് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? തീർച്ചയായും ഹരി, ഇതിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഈ കേസ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്. അതിലേറ്റവും കാരണം ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. ഈ കേസിൽ നമുക്കറിയാം, കഴിഞ്ഞ തവണമൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ വ്യാജമായ നിരവധി തെളിവുകൾ ഇതിൽ ഹാജരാക്കി വലിയ അത്തരത്തിൽ കേസ് മുന്നോട്ട് പോവുകയാണെന്ന തരത്തിലൊക്കെ വലിയ തോതിൽ ആരോപണം ഉയർന്നു. അതുമാത്രമല്ല, ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വളരെ നിർണായകമായ ഈ ഒരു FSL റിപ്പോർട്ട് വരുന്നത്. ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ആ റിപ്പോർട്ടിൽ ഇവിടെ നടന്ന അല്ലെങ്കിൽ ഇവിടെ നിന്നും ലഭിച്ച ഈ ബംഗളഗുഡ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടാവശിഷ്ടങ്ങൾ അത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണം ഉണ്ട് എന്ന തരത്തിലുള്ള ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഹരി തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് കോടതിയിൽ തെളിവിനായി ചിന്നയ്യ ഹാജരാക്കിയ ആ തലയോട്ടി തന്നെയാണ്. അത് പുറത്തു നിന്നും കൊണ്ടുവന്നതാണ് എന്ന തരത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വന്നിരിക്കുന്നത്. അതായത് തലയോട്ടിയിലുള്ള മണ്ണും ബംഗളഗുഡയിലെ മണ്ണും അത് രണ്ടും തമ്മിൽ സാമ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ബംഗളഗുഡയിൽ നിന്നാണ് ഈ തലയോട്ടി ഇത്തരത്തിൽ എടുത്തതെന്ന ഒരു മൊഴി അത് ഏതായാലും കൃത്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ SIT സംഘം വളരെ നിർണായകമായ നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ വിട്ടൽ ഗൌഡിയാണ് തലയോട്ടി ഈ ഒരു ബംഗളഗുഡയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. അത് കണ്ട സാക്ഷിയായ പ്രദീപ് കുലാലിനോടൊപ്പം അദ്ദേഹത്തിന്റെ സംഘത്തോടൊപ്പം അന്നത്തെ സീൻ, അതായത് അന്ന് എങ്ങനെയായിരുന്നു ആ രംഗം ഉണ്ടായിരുന്നത്, അത് ഏത് രീതിയിലായിരുന്നു ഈ ഒരു തലയോട്ടി അവിടെ നിന്നും എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്, അന്ന് ധരിച്ചിരുന്ന വസ്ത്രം ഉൾപ്പെടെ അതേ രീതിയിലാണ് രംഗം പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും വളരെ നിർണായകമായ നീക്കം തന്നെ ഈ ഒരു കേസിൽ നടക്കുന്നുണ്ടെന്ന് വേണം ഇനി പറയാൻ. മാത്രമല്ല, വീണ്ടും ഈ ഒരു മണ്ണ് കുഴിച്ചുള്ള പരിശോധനയ്ക്ക് SIT മുന്നോട്ട് പോകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, 1 മുതൽ 13 വരെ നേത്രാവതി പുഴയുടെ തീരത്ത് ഇത്തരത്തിൽ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ വലിയ തോതിൽ തെരച്ചിൽ നടത്തി. അങ്ങനെ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ അതോടൊപ്പം അസ്ഥികൂടാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് 1000-ഓളം അസ്ഥികൂടാവശിഷ്ടങ്ങളാണ് ലഭിച്ചത്. 8 പൂർണ്ണ അസ്ഥികൂടവും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ എല്ലാം ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ ഒരു പരിശോധനാ ഫലത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SIT ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കാരണം ഈ കേസ് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ബംഗളഗുഡയിൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു രംഗം പുനരാവിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇനി SITയുടെ നീക്കം എന്താണ്, അടുത്ത നീക്കം എന്താണെന്നത് വളരെ പ്രധാനമാണ്. ഏതായാലും ബെൽത്തങ്ങാടി കോടതിയിൽ ഇതുവരെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് കോടതിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമായിരിക്കും അടുത്ത പരിശോധന നടക്കുക. ഇതിൽ കർണാടക ഹൈക്കോടതി വലിയ തോതിൽ ഈ ഒരു SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് ഇതിൽ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി ഇതിന്റെ സത്യാവസ്ഥ അത് റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം കർണാടക DGP തലവനായിട്ടുള്ള ഒരു SIT ആണ്, വലിയ തോതിൽ അന്വേഷണ സംഘം ഉള്ള ഒരു SIT ആണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് SITയുടെ നീക്കം. അതിൽ
അതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. ആ പരിശോധനാ ഫലം വൈകിയതാണ് അന്വേഷണം മന്ദഗതിയിലായത്. ഏതായാലും അതിൽ ഒരുപാട് വിവരങ്ങൾ SIT സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫോറൻസിക് ലാബ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് നടക്കുക. ബംഗളഗുഡ ഇപ്പോൾ വീണ്ടും SITയുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു. മുഴുവൻ ഭാഗവും SIT അവിടെ സീൽ ചെയ്ത് പോലീസ് കാവൽ വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും 74 പേരുടെ പരാതിയാണ് ഈ ഒരു അന്വേഷണം തുടങ്ങിയതിന് ശേഷം SITക്ക് ലഭിച്ചിട്ടുള്ളത്. ധർമ്മസ്ഥലയിലെത്തി കാണാതായി എന്ന് പറയുന്ന 74 പേരുടെ പരാതി. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ 2 അസ്ഥികൂടങ്ങൾ, അതായത് ബംഗളഗുഡയിൽ നിന്ന് ലഭിച്ച 2 അസ്ഥികൂടങ്ങൾ കാണാതായ പരാതി ലഭിച്ചവരുടെ DNA-യുമായി സാമ്യം ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ. അതായത് ആക്ഷൻ കമ്മിറ്റിക്ക് ഉൾപ്പെടെ വലിയ പ്രതീക്ഷ പകരുന്നത്. ഇനി കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലവും DNA പരിശോധനാ ഫലവും നേരത്തെ ശേഖരിച്ച DNA പരിശോധനാ ഫലവും സാമ്യമുണ്ടെങ്കിൽ കൂടുതൽ പേർ ഇവിടെ നിന്നും കൊല്ലപ്പെട്ടത് ആളുകളെ കണ്ടെത്താൻ സാധിക്കും. ഏതായാലും 100 കണക്കിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും അതുപോലെ തന്നെ യുവതികളെയും ബലാത്സംഗം ചെയ്ത്, അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഇവിടെ കൊന്നു കൊഴിച്ചുമൂടി എന്നാണ് ഈ ചിന്നയുടെ മൊഴി ഉണ്ടായിരുന്നത്. അതോടൊപ്പം പ്രദീപ് കുളാലും വിട്ടല ഗൌഡിയും ഇതിന് സാക്ഷികളായി എന്ന ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഇതുകൊണ്ട് ഇവർ സാക്ഷികളാണ്, 2 പേരും സാക്ഷികളാണ്. കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലം തങ്ങൾക്കറിയാം, അത് ബംഗളഗുഡയിൽ തങ്ങൾ കാട്ടിത്തരാമെന്ന് നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. ഇനി ഇവരെ വിശ്വാസത്തിലെടുത്ത് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നാണ് ഏറ്റവും പ്രധാനം. അതല്ല, നേരത്തെ വലിയ തോതിൽ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കേസ് മന്ദഗതിയിലായിരുന്നു. പക്ഷേ SIT സംഘം കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വേണം ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കാണാൻ. ഏതായാലും ധർമ്മസ്ഥല കേസ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. മാത്രമല്ല, ഈ കേസിൽ സത്യം, മണ്ണിൽ മൂടപ്പെട്ട വലിയ തോതിലുള്ള സത്യം പുറത്തു വരാനുണ്ട്. അത്തരം സത്യങ്ങൾ പുറത്തു വരുമെന്ന വലിയ പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുമുണ്ട്. ഒപ്പം ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ആവശ്യം ഉന്നയിച്ചതാണ്, നിരന്തരം ആരോപണം ഉന്നയിച്ചതാണ്. ഇവിടെ കൊലപാതകം നടന്നത് സംബന്ധിച്ചൊക്കെ വലിയ തോതിലുള്ള മൊഴികൾ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം പൂർത്തീകരിക്കേണ്ടത് SITയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് SITക്ക് നൽകിയിട്ടുള്ളത്. SITക്ക് കൃത്യമായ അന്വേഷണം നടത്തുന്ന കാര്യത്തിലും ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ SITക്കെതിരെ വലിയ തോതിലുള്ള പരാതിയോ അത്തരത്തിൽ ഇവരെ നിരന്തരം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അല്ലാതെ മറ്റു തരത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതിയൊന്നും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഏതായാലും ആക്ഷൻ കമ്മിറ്റിയും അതോടൊപ്പം ഈ അന്വേഷണ സംഘവും പ്രധാനമായി കാത്തുനിന്നത് ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. അതിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമുണ്ട്. അതിപ്പോൾ പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിൽ ഈ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലത്തിലുമുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഇതാണ്. ഇവിടുന്ന് ശേഖരിച്ച 8 പൂർണ്ണ അസ്ഥികൂടങ്ങൾ, അതോടൊപ്പം 1000-ഓളം അസ്ഥികൂട അവശിഷ്ടങ്ങൾ, ഇത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണമുണ്ട് എന്ന് തന്നെയാണ് ഫോറൻസിക് പരിശോധനാ ഫലം. നേരത്തെ ഇവിടെ ഈ ശ്മശാനത്തിൽ സംസ്കരിച്ച മൃതദേഹങ്ങളാണെന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനെ പൊളിക്കുന്ന വലിയ തോതിലുള്ള ഒരു ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും ആക്ഷൻ കമ്മിറ്റി വീണ്ടും സജീവമായിട്ടുണ്ട്. അവരുടെ ആവശ്യം ഇത് തന്നെയാണ്. ഇതിൽ വിശദമായ ഒരു പരിശോധന, മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തണം എന്നൊരു ആവശ്യം തന്നെയാണുള്ളത്. ഏതായാലും 10 മാസത്തോളം സമയമെടുത്തു ഈ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന്. ചിന്നയ്യ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി, നമുക്കറിയാം, ദൃശ്യങ്ങളിലൊക്കെ കണ്ട ആദ്യത്തെ മാസ്ക് മാൻ, പിന്നീട് സാക്ഷി പ്രതിയാകുന്നു. ഇയാൾ പിന്നീട് ജയിലിൽ നിന്നും ഇയാളെ ജാമ്യത്തിൽ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഇപ്പോൾ ആരുടെ കസ്റ്റഡിയിലാണെന്ന കാര്യത്തിൽ ഒരു വിവരവുമില്ല. പക്ഷേ ഇതിൽ SIT എങ്ങനെയാണ് ചിന്നയ്യ ഈ കേസിൽ കൂറുമാറാനിടയായ സാഹചര്യം എന്നത് അന്വേഷിക്കും. കാരണം ഈ തലയോട്ടി ചിന്നയ്യ ഈ സംഭവത്തിന് തെളിവിനായാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. പക്ഷേ ആ സമയത്ത് വലിയ തോതിൽ ആരോപണം ഉയർന്നു. ചിന്നയ്യെ ഇത്തരം വ്യാജമായ തെളിവുകൾ ഹാജരാക്കിയതാണ് എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ആരോപണം ഉയർന്നു. പക്ഷെ അതല്ല, ഇത് ബംഗളഗുഡയിൽ നിന്ന് ലഭിച്ച തലയോട്ടി തന്നെയാണ് എന്ന ഒരു ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതോടുകൂടി ചിന്നയ്യ വീണ്ടും ഈ ചർച്ചാ വിഷയമാകും. ചിന്നയ്യ ഏറ്റവും ഒടുവിലായി ഈ കേസിൽ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിന്നയ്യയെ വിശദമായി ചോദ്യം ചെയ്തേക്കാം. അതോടൊപ്പം ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരായ മഹേഷ് ഷെട്ടി, തിമരോടി, ജയാനന്ദ തുടങ്ങിയ ആളുകളെയും വീണ്ടും അവർ മൊഴി രേഖപ്പെടുത്തിയേക്കും. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 67ഓളം പരാതികളാണ് SITക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. പലതരത്തിൽ ഇവിടെ എത്തി കാണാതായി എന്ന് പറയുന്ന ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ
DNA പരിശോധനാ ഫലം സാമ്യമുള്ളതിൽ ഒരാൾ കുടകിൽ നിന്നും കാണാതായതാണ്, മറ്റൊരാൾ മൈസൂരിൽ നിന്നും കാണാതായതാണ്. ഇങ്ങനെ രണ്ടുപേരുടെ മൃതദേഹ സാമ്പിളാണ് ഇപ്പോൾ ഈ ഒരു ബന്ധുക്കളുടെ DNA സാമ്പിളുമായി സാമ്യം വന്നിട്ടുള്ളത്. അതേതായാലും വൈകാതെ തന്നെ ആ ഒരു അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ അവർക്ക് കൈമാറാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം കൂടുതൽ DNA സാമ്പിളുകൾ ഈ ഒരു ഇവിടെ നിന്ന് ലഭിച്ച ഫോറൻസിക് പരിശോധന ഫലവുമായി ഒത്തുനോക്കും. അതും സാമ്യമാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഈ കേസിലെ തെളിവായി മാറും. ഏതായാലും വളരെ നിർണായകമായ 2 സാക്ഷികളെ ഇതിൽ ലഭിക്കും എന്ന് വേണം ഈ ഒരു DNA പരിശോധനാ ഫലം സാമ്യമായതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തലയോട്ടി, അവിടെ നിന്നുള്ള മണ്ണും തലയോട്ടിയിൽ ഉണ്ടായിരുന്ന മണ്ണും അത് സാമ്യമായതോടുകൂടി ഈ കേസ് വളരെ ഗൗരവത്തോടുകൂടി അല്ലെങ്കിൽ വസ്തുത ഇതിൽ ഉണ്ട് എന്ന തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേത്രാവതി പുഴയുടെ തീരത്തായി 1 മുതൽ 13 വരെ ഇടങ്ങളിൽ മാർക്ക് ചെയ്ത് ദിവസങ്ങളോളം എടുത്ത് നിരവധി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വലിയ സന്നാഹത്തോടു കൂടിയാണ് തെരച്ചിൽ നടത്തിയത്. പലയിടങ്ങളിൽ നിന്നും മൃതദേഹം ലഭിച്ചിരുന്നെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ട് ഒന്നും മൃതദേഹാവശിഷ്ടങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യം വന്നു. ഏറ്റവും ഒടുവിൽ ബംഗളഗുഡ കേന്ദ്രീകരിച്ച് നടത്തിയ, അതായത് ഒരു വനപ്രദേശമാണ്, അവിടെ വലിയ വികസനങ്ങളൊന്നും വർഷങ്ങളായി നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വളരെ വേഗത്തിൽ ഈ ഒരു പരിശോധനയിൽ അസ്ഥികൂടങ്ങളും അസ്ഥികൂട അവശിഷ്ടങ്ങളും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന അസ്ഥികൂടങ്ങളുടെ ഒരു ഫോറൻസിക് പരിശോധനാ ഫലം നടത്തി ഇനി മുന്നോട്ട് അന്വേഷണം പോകാമെന്ന തരത്തിലായിരുന്നു അന്വേഷണം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത് കൊലപാതകം നടന്നതിന്റെ ലക്ഷണം ഉണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി വലിയ തെരച്ചിലേക്ക് ഈ SIT മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. സംഭവിക്കുകയാണ്. ന്യൂസ് 18 ആദ്യം ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിന്റെ ഒരു നിർണായകമായൊരു നീക്കത്തിലേക്ക് നീങ്ങുകയാണ് SITയുടെ അന്വേഷണം. അത് 2 പേരുടെ DNA സാമ്പിളുമായി പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാച്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ്. കഴിഞ്ഞൊരു 10 മാസത്തോളമായി ഒരു അപ്ഡേറ്റും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് SITയുടെ അന്വേഷണ ഫലം നീങ്ങുന്നത്. അതൊരു വലിയ പുതിയൊരു ആശ്വാസമാണ് SIT നൽകുന്നത്. കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് SIT സംഘവും നിൽക്കുന്നത്. ഒരുപാട് തെളിവുകൾ അവരുടെ പക്കലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതലൊന്നും പുറത്തു വന്നിട്ടില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് KV ബൈജു ഇപ്പോൾ വിശദാംശങ്ങളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എടുത്തിട്ടത്. അങ്ങനെ ധർമ്മസ്ഥല വീണ്ടും ഉണരുകയാണ്. ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് എന്താണെന്നുള്ള ആ ചുരുളുകൾ അഴിയുമോ എന്നുള്ളത് വരും നാളുകളിൽ കാത്തിരുന്ന് കാണാം.